ഞങ്ങളുടെ എന്റെയും ഫിറോസിക്കയുടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത്. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്. അങ്ങനെ സജന താത്തയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള അവിഹിത ബന്ധം പുറത്തു വന്നതിന് പിന്നാലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സജന താത്തയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫിറോസ്കയും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്നാണ് സജന താത്ത പറയുന്നത് എങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് തിരിച്ചടിക്കാൻ തുടങ്ങി മക്കളെ എന്നാണ് ഫിറോസ്ക പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യം സജന താത്തക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. അതിനു മുമ്പ് സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടാകും, അവർക്ക് വേണ്ടി സംഭവം എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ സിയിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന ഫിറോസ് സജന ദമ്പതിമാർ. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 3യിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഏകദേശം 2023 ഡിസംബർ ഒക്കെ ആയ സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ ഡിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അത് ഇവർ തന്നെയാണ് ഇന്റർവ്യൂകളിലൂടെ പുറത്തു വിട്ടത്. എന്തായാലും അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന സജന കഴിഞ്ഞ 4 വർഷത്തോളമായി സിനിമ ടെക്നീഷ്യൻ ആയിട്ടുള്ള റസൂൽ പൂക്കുട്ടിയുമായി പ്രണയത്തിലായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. റസൂൽ പൂക്കുട്ടി അറിയാലോ, ഓസ്കാർ ജേതാവൊക്കെയാണ്. എനിവേ ഇതിപ്പോ 2026 ആയി അല്ലേ, 2026ലാണ് ഇവര് 4 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അപ്പൊ കണക്കുകൾ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ 2022 തൊട്ട് ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയും സജിനും തമ്മിൽ പ്രണയത്തിലാണ് അല്ലേ. പക്ഷേ ഈ പറയുന്ന സജിന ഫിറോസുമായിട്ടുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നത് എപ്പോഴാണ്, 2023 ഡിസംബറിൽ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫിറോസുമായി വേർപിരിയുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന സജിന റസൂൽ പൂക്കുട്ടിയുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അവിഹിത ബന്ധത്തിൽ തുടങ്ങിയ പ്രണയമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്തായാലും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രതികരണവുമായിട്ടാണ് ഇപ്പൊ സജന താത്ത രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും സജന താത്തക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കണ്ടുനോക്കാം. ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസിക്കയുടെയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എന്റെയും ഫിറോസിക്കയുടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസിക്കാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. എന്ത് ദുഃഖങ്ങൾ എത്താ, നിങ്ങൾ വർത്താനം കേട്ടാ തോന്നും നിങ്ങൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ ബാക്കി എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയതാണെന്ന്. ഇവിടെ ആരും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. നിങ്ങളായിട്ട് പബ്ലിക്കിൽ എന്താണോ പുറത്തുവിട്ടത് അതിനെക്കുറിച്ചുള്ള ഡിസിഷൻ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും അത് ബാക്കി പറഞ്ഞാട്ടെ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. മൂന്നാമതൊരാൾ വന്നിട്ടല്ലേ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, അതിൽ ഞങ്ങൾ കൺസേൺഡ് അല്ല. എന്നാൽ ഇതേ നിങ്ങൾ തന്നെ കഴിഞ്ഞ 4 വർഷത്തോളമായി റസൂൽ പൂക്കുട്ടിയുമായി പ്രണയത്തിലാണെന്ന് വിളിച്ചു പറഞ്ഞത് ആരാണ്? ഞങ്ങളാണോ? നിങ്ങൾ തന്നെയല്ലേ. ഞാൻ ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് മറ്റേ നീലക്കൂവിൽ എന്റർടൈൻമെന്റ്സ് ഇട്ട ഒരു പോസ്റ്റർ വഴിയാണ്. അത് വെച്ചിട്ടാണ് ഇന്നലെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തതും. പക്ഷെ ഇവിടെ ആക്ച്വലി പൂക്കുട്ടിയും തമ്മിൽ 4 വർഷത്തോളമായി പ്രണയത്തിലാണെന്നുള്ള വാർത്ത പുറത്തു വന്നത് സജനന്റെ നാവിൽ നിന്ന് തന്നെയാണ്. സജന ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുമ്പ് ഒരു ലൈവ് വീഡിയോയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് നീലക്കൂൽ എന്റർടൈൻമെന്റ്സ് അടക്കമുള്ള ആളുകൾ ഇതിന്റെ പോസ്റ്ററുകൾ ഇറക്കി വിടുന്നതും അത് പിന്നീട് ചർച്ചാ വിഷയമായി മാറിയതും. അതിനെക്കുറിച്ച് ഇന്നലെ സീക്രട്ട് ഏജന്റ് സായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടോ. ഈ കാര്യങ്ങളപ്പോ ഇന്നലെ സജിന ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ടവർക്ക് അറിയാം വാട്ട് ഈസ് ദ കോണ്ടന്റ് ഓഫ് ദാറ്റ് ലൈവ് എന്നുള്ളത്. പെട്ടെന്നുള്ളൊരു ലൈവ് ആയതുകൊണ്ട് തന്നെ അതാരും സ്ക്രീൻ റെക്കോർഡ് ചെയ്തൊന്നും എടുത്തു വെച്ചില്ല. ബട്ട് ദ സെയിം കോണ്ടന്റ്, റസൂൽ പൂക്കുട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് തന്നെയാണ് അതിനകത്ത് പറഞ്ഞത്. ബിക്കോസ് ദേ ആർ ഇൻ റിലേഷൻഷിപ്പ്. 4-5 വർഷമായിട്ടുള്ള റിലേഷനാന്നുള്ളത് സജിന പറയുന്നുണ്ട്. ഇന്നലെ ലൈവ് കണ്ടവർക്ക് അറിയാം. എന്തായാലും ഞാൻ ആ ലൈവ് കണ്ടിട്ടില്ല. പക്ഷെ 4 വർഷത്തോളമായി റസൂൽ പൂക്കുട്ടിയുമായി പ്രണയത്തിലാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത് ആരാണ്? സജിന തന്നെയല്ലേ. അതേ സജിനയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെല്ലാം തുറന്നു പറയുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചൂടായിരുന്നു? നിങ്ങളുടെ മുൻ ഭർത്താവുമായി നിങ്ങൾ പിരിഞ്ഞിട്ട് ആകെ 2.5 വർഷത്തോളമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ 4 വർഷത്തോളമായി മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന് പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അത് കാണുന്ന ആളുകൾ ഏത് രീതിയിൽ ആലോചിച്ച് കൂട്ടുമെന്ന് ചിന്തിക്കാനുള്ള ബോധവും വിവരവും നിങ്ങൾക്കില്ലേ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതൊരു ബോധം വിവരം ഇല്ലാണ്ട് പബ്ലിക്കിന് മുന്നിൽ ഓരോന്ന് വിളിച്ചു പറയുകയും ചെയ്യും.
എന്നാൽ അത് കാരണം ഓരോ പുകിലുകൾ വരുത്തി വെച്ചിട്ട് കാണുന്നവന്റെ തലയിലിട്ട് ചാർത്തുകയും ചെയ്യും. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങളും ഫിറോസ്കയും തമ്മിൽ പിരിയാനുള്ള കാരണം എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു അവിഹിതം എന്നൊരു ഫാക്ടർ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്ത് കാരണം കൊണ്ട് നിങ്ങൾ പിരിഞ്ഞെന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുക നിങ്ങൾ അവിഹിതം കാരണം പിരിഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതങ്ങനെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങളുടെ അവിഹിതം പുറത്തു വരാതെ സൂക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ അത് പാലിച്ചില്ല. നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ അത് പുറത്തു വരികയും ചെയ്തു. അവസാനം കുറ്റം മൊത്തം ബാക്കിയുള്ളവർക്കും അല്ലേ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ സജന താത്ത. പല പേഴ്സണൽ കാര്യങ്ങൾ കാണും. അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാള് വന്നു അല്ലെങ്കിൽ എന്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളെ ഒരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. പ്ലീസ്. അതെന്നാണ് ഞങ്ങൾക്ക് സജന താത്തയോടും പറയാനുള്ളത്. ഇങ്ങനെ സ്വയം നാറുന്ന രീതിയിൽ ഓരോന്ന് പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ട് അതിൽ മറ്റുള്ളവരെ പൈ ചാരുന്നത് എത്ര മോശമാണ് സജന താത്ത. ഇവിടെ ഞങ്ങൾ ആരും നിങ്ങളുടെ വീട്ടിൽ വന്ന് ബൈനോക്കുലർ എടുത്ത് നോക്കുന്നില്ല സജന താത്ത എന്ത് ചെയ്യുന്നു, ഫിറോസ്ക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും. നിങ്ങളായിട്ട് എന്താണോ പബ്ലിക്കിൽ വിളിച്ചു പറയുന്നത് അത് വെച്ചിട്ട് മാത്രമേ ഇവിടെ എല്ലാവരും വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഓരോന്നും വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ദയവേ ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ. ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ആര് പറഞ്ഞുണ്ടാക്കി? ആരോടൊന്നും പറഞ്ഞുണ്ടാക്കിയില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് മാത്രമേ ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മുൻ ഭർത്താവായിട്ടുള്ള ഫിറോസ്കിന്റെ ചില ചെയ്തികൾ മൂപ്പര് മുമ്പുള്ള കുറച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളുടെ അവിഹിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല സംഭവങ്ങളും മൂപ്പര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുമാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാകും. അപ്പൊ അതെല്ലാം നിങ്ങളുടെ അവിഹിതം പുറത്തു വരാനുള്ള കാരണങ്ങളാണ്. അല്ലാണ്ട് ഇവിടെ ആരും ഒന്നും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും വന്നു. അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷെ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ അവിഹിതം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമല്ലേ? അത് നിങ്ങളെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നല്ലോ. അത് നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ലല്ലോ. അത്രയേ ഉള്ളൂ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അവിടെ ഇവിടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള അവര് തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളെ കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ പറഞ്ഞ ഫിറോസ് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫിറോസ് പൂക്കുട്ടിക്കെതിരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഫിറോസ് റസൂൽ പൂക്കുട്ടിക്കെതിരെ വീഡിയോകൾ ചെയ്തു എന്ന് കരുതി ഇവരുടെ വിവാഹ ബന്ധം തകരാൻ റസൂൽ പൂക്കുട്ടിയാണ് കാരണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാണെന്നൊക്കെയാണ് താത്ത ചോദിക്കുന്നത്. ഫിറോസ്ക്ക് വീഡിയോ ചെയ്ത് അവിടെ നിൽക്കട്ടെ താത്ത. ഫിറോസ്ക്ക് കുറെ കാലമായി റസൂൽ പൂക്കുട്ടിക്കെതിരെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നൊന്നും ആർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മുമ്പ് സോഷ്യൽ മീഡിയയിൽ കുറെ വിഷയങ്ങൾ സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിന് കൂട്ടത്തിലും ഇതും സംസാരിക്കുന്നതെന്നേ മറ്റുള്ളവർ കരുതിയിട്ടുള്ളൂ. പക്ഷെ മുൻവൈരാഗ്യം വെച്ചാണ് മൂപ്പർ റസൂൽ പൂക്കുട്ടിക്കെതിരെ ഇത്രയും കാലം സംസാരിച്ചതെന്ന് ജനം മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങളുടെ ലൈവ് വീഡിയോ കണ്ടതിന് ശേഷമാണ്. അപ്പൊ അതിനെ ഇതായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത. ബാക്കി പറഞ്ഞാലും ഞാനും ഫിറോസ്ക്കായി ഞങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴും മ്യൂച്വലായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഫിറോസ്ക്കയുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാലോ എന്റെ ലൈഫിൽ ഒരാണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കാറുണ്ട്, മോന്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിന് ഇടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം എന്റെ ഫ്രണ്ട് ഫിറോസ്ക്കയുടെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസ്ക്കയുടെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആവണമെന്നില്ല. പണ്ട് ഇതുപോലൊരു നമ്മൾ ഷിയാസിന്റെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ അവര് കാരണമാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ കുളവായെന്ന് പറയല് ദയവ് ചെയ്ത് പ്ലീസ്. താത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള മറുപടി എല്ലാം നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്തു കഴിഞ്ഞതാണ്. വീണ്ടും തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല. ബാക്കി കേട്ടോക്കെ എന്തായാലും നമുക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, പല ആൾക്കാർക്കും ബാധിക്കും. നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും.
ഓക്കെ, കണ്ടവനുമായി അവിഹിതത്തിന് പോയ സമയത്ത് നിങ്ങളുടെ കുഞ്ഞറിഞ്ഞാൽ അത് അവരെ ബാധിക്കുമെന്നുള്ള ചിന്ത നിങ്ങൾക്കില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ലൈവ് ഇട്ട് 4 വർഷത്തോളമായി ഞാൻ ആ വ്യക്തിയുമായി പ്രണയത്തിലാണെന്ന് വിളിച്ചു പറയുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചുകൂടായിരുന്നു ഇത് നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട്, അവര് കാര്യങ്ങൾ നോക്കിയും കണ്ണും കണക്ക് കൂട്ടും, അത് അവരെ ബാധിക്കും എന്നുള്ളത്. ഇത് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തു, പുറത്തു പോകാനുള്ളതൊക്കെ പുറത്തു പോവുകയും ചെയ്തു, ചർച്ചകൾ നടക്കാനുള്ളതെല്ലാം നടക്കുകയും ചെയ്തു. അവസാനം മക്കളെ വെച്ച് സെന്റിമെന്റ്സ് ഇറക്കിയേക്കുവാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നോക്കി കണ്ടൊക്കെ ചെയ്യണം എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും കാര്യങ്ങൾ. എന്തായാലും ബാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഞങ്ങൾ പപ്പായും മമ്മിയും പിരിയാൻ കാരണം ഇതുകൊണ്ടാണോ? അവരുടെ മനസ്സിലത് വിഷമം തോന്നിക്കും. അത് നമ്മൾ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഞാൻ ഫിറോസ്ഖയെ വിളിച്ചു നോക്കി, ഫിറോസ്ഖ ഇങ്ങനെയാണോ? ഫിറോസ്ഖ എന്റെ അടുത്തും ചോദിക്കാറുണ്ട്. മോന്റെ കാര്യത്തിന് ഞങ്ങൾ ഭയങ്കര നല്ലൊരു ഫാമിലിയായിട്ട് നിൽക്കുക. ഞങ്ങളെ കാരണം ഞങ്ങളുടെ ലൈഫിൽ 3ാമതൊരാൾ വന്നിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാനൊരാളെ കല്യാണം കഴിച്ചോ, ഞാൻ ആരെയും ഒരാളെ സ്നേഹിച്ചോ, എന്തോ ആയിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, നാളെ ഒരാൾക്ക് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ ആള് കാരണമാണ് അല്ലെങ്കിൽ ഈ ആള് കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞെന്ന് ദയവ് ചെയ്ത് പറയരുത്. പ്ലീസ്, റിക്വസ്റ്റ് ആണ് ഇത്. ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിറോസ് കഴിവെന്ന് പറയണം, അതുകൊണ്ട് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സജനത്താത്ത പറയുന്നത്. എന്തായാലും പറഞ്ഞതിനൊരു 3-4 വട്ടെങ്കിലും പുള്ളിക്കാർ റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട് അല്ലേ, അതെന്തോ ആയിക്കോട്ടെ, സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കും. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് എനിക്കിനിപ്പോ സജനത്താത്തയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, നാറിയത് നാറി, ഇനിയിപ്പോ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കാര്യം നോക്കി അങ്ങോട്ട് പോവാ. ഇനിയും ഇതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങാൻ നിന്നാണെങ്കിൽ കൂടുതൽ നാറത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വലിയ മൈൻഡ് ഒന്നും ആക്കാണ്ട് അങ്ങോട്ട് പോയാൽ മതി. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ വേറെ ടോപ്പിക് കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ മറക്കും. പിന്നെ ആൾക്കാർ ഇതും ചൊറിഞ്ഞുകൊണ്ടൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫിറോസ്ക പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടുനോക്കാം. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാൻ അങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല 1-ാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. ഓക്കെ, അതാണ് ഫിറോസ്കയുടെ സംസാരത്തിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സജനത്താത്ത? നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ അപ്പുറത്ത് നിങ്ങളുടെ ഭർത്താവ് പൊട്ടിച്ചിരിക്കുന്നു, അതല്ലേ നമ്മളിപ്പോ കാണുന്നത്. എന്തായാലും ഫിറോസ്ക ഹാപ്പി ആയി കേട്ടോ. മൂപ്പർ എന്താണ് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച സംഗതി അത് അങ്ങനെ തന്നെ പുറത്തു വന്നു എന്നുള്ളതാണ്. മൂപ്പര് അവസാനം പറഞ്ഞ പോലെ തന്നെ സത്യം എന്നാലും മറ നീക്കി പുറത്തു വരും, വന്നു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാനുള്ളതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, പുറത്തു വരാനുള്ളതെല്ലാം പുറത്തു വരികയും ചെയ്തു, നാറാനുള്ളതെല്ലാം നാറുകയും ചെയ്തു. ഇനിയിപ്പോ സ്വന്തം കാര്യം നോക്കി പോകാന്നല്ലാണ്ട് വേറെ നിവർത്തില്ല. എനിവേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടും ഈ പറയുന്ന സജിനയും റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണ് കുത്തിപ്പൊക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എക്സ്പോസ് ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ മുമ്പ് ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും പുറത്തു വരും. പ്രകൃതി നിയമം അതാണ്. എന്തായാലും സീക്രട്ട് ഏജന്റ് എന്താണ് പറഞ്ഞെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്റെ നാട്ടിലൊരു കാറ് കച്ചവടക്കാരുണ്ട്. ഒരു BMW ഈ സജിനയ്ക്ക് കൊടുത്തൊരു പാവപ്പെട്ടവൻ. ആ പാവപ്പെട്ടവനെ 1.5 ലക്ഷം രൂപ കൊടുക്കാതെ ആ പാവപ്പെട്ടവനെ 8-10 ദിവസം പോലീസ് പിടിച്ച് അകത്ത് കിടത്തി അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവനൊരു സ്വർണം കട്ട കള്ളനാക്കി. അവനെ ഒരുപാട് കളിപ്പിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അതിലിടപെട്ടത് ഈ പൂക്കുട്ടിയാണ്, മോളിന്ന് വിളിച്ച് പറയിപ്പിച്ചിട്ട്. മനസ്സിലായോ? അതിൻ്റെ കുറേ നാറിയ കഥകൾ ഇന്ന് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടി. ഡെഫിനറ്റ്ലി അതിൻ്റെ കർമ്മ തീർക്കാതെ പൂക്കുട്ടിക്ക് പോകാൻ പറ്റില്ല മുന്നിട്ട്. സജിനയ്ക്കും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും.
എന്താണ് സജനത്തെ കേൾക്കുന്നത്? ഇനിയിപ്പോ ഇതിനൊക്കെ മറുപടി പറയേണ്ട അവസ്ഥ ആയല്ലോ, ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഇനി ഇവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. അതിനി വരും ദിവസങ്ങളിൽ പലരും പലതും പറഞ്ഞ് രംഗത്ത് വരുമെന്ന് നമുക്ക് കരുതാം. പ്രത്യേകിച്ച് ഈ കാറിന്റെ കാര്യം. അതിനിപ്പോ പെട്ടവൻ ആരായാലും അവൻ ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം ഞാൻ അറിയട്ടെ, ഇമാതിരി നാറേ കളികൾ സജിനയും റസൂൽ പൂക്കുട്ടിയും ചേർന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എക്സ്പോസ്ഡ് ആവണല്ലോ, എക്സ്പോസ് ആയേ പറ്റൂ. അങ്ങനെ പാവപ്പെട്ടവനെ പറ്റിച്ച് അവരങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.